السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 265 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ്ഖലൂ അലൈഹി ഫഖാലൂ സലാമൻ ഖാല ഇന്നാ മിൻകും വജിലൂൻ قالوا لا توجل إنا نبشرك بغلام عليم قال بشرتموني على أن مسني الكبر فبم تبشرون قالوا بشرناك بالحق فلا تكن من القانطين قال ومن يقنط من رحمة ربه إلا الضالون قال وما خطبكم أيها المرسلون قالوا إنا أرسلنا إلى قوم مجرمين إلا آل لوط إنا لمنجوهم أجمعين إلا امرأته قدرنا إنها لمن الغابرين فلما جاء آل لوط المرسلون قال إنكم قوم منكرون قالوا بل جئناك بما كانوا فيه يمترون وأتيناك بالحق وإنا لصادقون فأسر بأهلك بقطع من الليل واتبع أدبارهم ولا يلتفت منكم أحد وامضوا حيث تؤمرون وقضينا إليه ذلك الأمر أن دابر هؤلاء مقطوع مصبحين وجاء أهل المدينة يستبشرون قال إن هؤلاء ضيفي فلا تفضحون واتقوا الله ولا تخزون قالوا أولم ننهك عن العالمين صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ 52 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ്, അതായത് 19 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 14-ാമത്തെ ജുസ്ഇൽ 265-ാമത്തെ പേജ്. ക്ലാസ്സിലേക്ക് കടക്കാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് അതിഥികൾ വന്ന സംഭവം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്നാണ് കഴിഞ്ഞ പേജിൽ അവസാനത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി ആ സംഭവം എന്താണ് എന്ന് വിവരിക്കുകയാണ്. അതിഥികൾ വന്നു, സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സലാം മടക്കി. അവർ സൽക്കരിക്കാൻ ഒരുങ്ങി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വലിയ സൽക്കാരപ്രിയനാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിഥികൾ അറിയാത്ത വിധം വീടിൻ്റെ അകത്തേക്ക് പോയി നല്ല വേവിച്ച കാളക്കുട്ടനെ ഒക്കെ റെഡിയാക്കി പ്ലേറ്റിലാക്കി അതിഥികളെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അതിഥികളെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. പക്ഷേ അതിഥികളായി വന്ന ആളുകളുടെ കൈകൾ ആ ഭക്ഷണത്തെളിയിലേക്ക് നീളുന്നില്ല. ആ സമയത്താണ് മഹാനവറുകൾക്ക് ഈ വന്ന ആളുകളെ കുറിച്ച് പേടിയും സംശയവും തോന്നിയത്. ഈ ഒരു സൽക്കാര സംഭവം ഇവിടെ സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു തആല പറയുന്നില്ല. അതേസമയം സൂറത്തു ഹൂദ് 70-ലും സൂറത്തു ദാരിയാത്ത് 28-ൽ നമുക്കത് വിവരിച്ചിട്ടും ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഏറെ പ്രായം ചെന്നിട്ടും മക്കളില്ലാതിരുന്ന ഒരു അവസരത്തിലാണ് ഈ മലക്കുകൾ അതിഥിയുടെ രൂപത്തിൽ വന്നത്. അവർക്ക് വേഗം ഭക്ഷണം ഒരുക്കിയത്, അവർ ഭക്ഷണം കഴിക്കാത്തത് കണ്ടപ്പോൾ മഹാനവറുകൾ സംശയിച്ചത്, ഇതൊക്കെ സൂറത്തു ഹൂദിലും ദാരിയാത്തിലും വിശദമായി പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പതിവാണത്. അതായത് ചില ചരിത്ര സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചുരുക്കി വിവരിക്കും, മറ്റു സ്ഥലങ്ങളിൽ അത് വിശദമായി പറയും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുന്നു, തഫ്സീർ ചെയ്യുന്നു എന്ന് പറയാറുള്ളത്. യുഫസ്സിറു അൽ ഖുർആനു യുഫസ്സിറു ബഅ്ളഹു ബഅ്ള. ഖുർആൻ ചിലതിന് വ്യാഖ്യാനിക്കും, ചില സ്ഥലത്ത് ചുരുക്കി പറഞ്ഞത് വേറെ സ്ഥലത്ത് വിശദീകരിച്ച് പറയും എന്നർത്ഥം. ഏതായാലും
മലക്കുകൾ മഹാനവറുകളെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല, മനുഷ്യന്മാരുടെ വേഷത്തിലാണ് വന്നത്, അതാണ് അങ്ങനെ സംശയിക്കാനുള്ള കാരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ഭക്ഷണമൊക്കെ ഒരുക്കാനുള്ള കാരണം. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം ഇന്നതൊക്കെയാണ് എന്നൊക്കെ മഹാനവറുകൾക്ക് മലക്കുകൾ പറഞ്ഞു കൊടുത്തു. അതായത് ഞങ്ങൾ വന്നത് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ പോവുകയാണ്, അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ ഞങ്ങൾ. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്തയും മലക്കുകൾ നൽകുകയാണ്. എന്താ സന്തോഷ വാർത്ത? നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون قالوا لا توجل إنا نبشرك بغلام عليم. 52 53 ആയത്തുകൾ. إذ دخلوا عليه, ആ മലക്കുകൾ മഹാനവറുകളുടെ അടുക്കൽ കടന്നു ചെന്ന സന്ദർഭം, പ്രവേശിച്ച സന്ദർഭം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അതിഥികളെ കുറിച്ച് ആളുകൾക്ക് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞു കൊടുക്കൂ, അതിന് ബാക്കിയാണ്. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇത് ദഖലു അലൈഹി, ആ മലായിക്കത്ത് മഹാനവറുകളുടെ അടുത്ത് വന്ന സന്ദർഭം, പ്രവേശിച്ച കടന്നു ചെന്ന സന്ദർഭം. വഖാലു സലാമൻ, മലായിക്കത്ത് സലാം പറഞ്ഞു, ഞാൻ ഇബ്രാഹിം അലൈഹി സ്വലാം മടക്കി. അങ്ങനെ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നു. ഭക്ഷണം റെഡിയെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മഹാനവർക്ക് പേടിയായി. അതിന് മറുപടിയാണ് മലക്കുകൾ പറയുന്നത് ഖാല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തുറന്നു പറഞ്ഞു. അവർ കൈകൾ നീളാത്തത് കണ്ടപ്പോൾ, ഭക്ഷണത്തളിയിലേക്ക് കൈകൾ നീളാത്തത് കണ്ടപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തുറന്നു പറഞ്ഞു. ഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്ന, തീർച്ചയായും നമ്മൾ, മിൻകും, നിങ്ങളെക്കുറിച്ച്, വജിലൂൻ, പേടിയുള്ള ആളുകളാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് പേടി തോന്നുന്നു, എന്താ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത്? അപ്പോഴാണ് മലക്കൾ മറുപടി പറയുന്നത്. ഖാലു, മലായിക്കത്ത് മറുപടി പറയുന്നു, ലാ തൗജൽ, നിങ്ങൾ പേടിക്കേണ്ട, താങ്കൾ പേടിക്കേണ്ട. വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം, തീർച്ചയായും ഞങ്ങൾ നുബശ്ശിറുക, അങ്ങേക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു, ബിഗുലാമിൻ, ഒരു കുഞ്ഞുണ്ടാകുമെന്ന്, അലീമിൻ, ജ്ഞാനിയായ നല്ല വിവരമുള്ളൊരു കുഞ്ഞ് താങ്കൾക്കുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ജ്ഞാനിയായ ഒരു ബാലനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇവിടെ മലക്കുകൾ പറഞ്ഞത് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിക്കും എന്ന സന്തോഷ വാർത്തയാണ്. സൂറത്ത് ഹൂദിൽ നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട് അല്ലേ? സൂറത്ത് ഹൂദിലെ 71 ഉണ്ട്, സൂറത്ത് ദാരിയാത്തിലെ 28 ആ വിഷയമുണ്ട്. ഇതേപോലെ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ചും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. അത് സൂറത്ത് സ്വാഫാത്ത് 101 പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഹാജറ ബീവിയിൽ ഇസ്മായിൽ അലൈഹി സ്വലാം എന്നൊരു മകൻ മുമ്പേ ജനിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവിടെ പറഞ്ഞ പോലെ സാറാ ബീവിയിൽ മറ്റൊരു കുട്ടി ജനിക്കാനിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഇനി നമ്മൾ 54 56 54 മുതൽ 56 വരെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും ഭാര്യ സാറാ ബീവിക്കും വളരെ പ്രായം ചെന്ന സമയമായിരുന്നു ഇത്. ഈ മലക്കുകൾ ഇങ്ങനെ വന്ന് സന്തോഷ വാർത്ത അറിയിച്ച സന്ദർഭം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 100 അല്ലെങ്കിൽ 120 വയസ്സും സാറാ ബീവിക്ക് 99 വയസ്സും ആയിരുന്നു എന്നാണ്. വയസ്സുകളുടെ കാര്യത്തിൽ വേറെ അഭിപ്രായമുണ്ട്. എന്ന് മാത്രമല്ല, സാറാ ബീവി വന്ധ്യ കൂടിയാണ്, മച്ചിയാണ്. സാധാരണഗതിയിൽ ഒരു കുട്ടി ഉണ്ടാകാത്ത പ്രായമാണ്, കുട്ടി ഉണ്ടാകാൻ പറ്റുന്നൊരവസരമൊന്നും അല്ല ഇത്. ഈ ഒരു സന്തോഷ വാർത്ത ഈ ഒരു സമയത്ത് കേട്ടപ്പോൾ അവർ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മലക്കളോട് ചോദിക്കുകയാണ്, എന്ത് സന്തോഷ വാർത്തയാണ് ഇതെന്ന് ചോദിക്കുകയാണ് അത്ഭുതപ്പെട്ടിട്ട്. ആ അത്ഭുതം കൊണ്ട് മാത്രമുള്ള ചോദ്യമാണ്, അല്ലാതെ അള്ളാഹുവിനത് കഴിയില്ല എന്നോ അള്ളാഹുവിൻ്റെ കുദറത്തിൽ സംശയിച്ചിട്ടൊന്നുമല്ല. കാരണം അതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം 56 ആയത്തിൽ കാണുന്ന പോലെ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ദുർമാർഗികളല്ലാതെ വേറെ ആരാണ് ഭക്ഷണാശരാവുക അല്ലെങ്കിൽ ആശമുറിഞ്ഞരാവുക? ഞാൻ ഒരിക്കലും ആ കൂട്ടത്തിലെല്ലാം. അപ്പൊ എന്താണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ സന്തോഷാർത്ഥ അറിയിക്കുന്നതെന്ന് ചോദിച്ചത് അത്ഭുതം കൊണ്ട് മാത്രമാണ് എന്നർത്ഥം. അതായത് സാധാരണ നിലക്ക് കുട്ടി ഉണ്ടാകുന്ന കാലം കഴിഞ്ഞിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ഈ അനുമോദനം എന്ന് മലക്കുകളുടെ മഹാനവറുകൾ ചോദിക്കുകയാണ്. അപ്പൊ എന്താ മലക്കുകളുടെ മറുപടി? അതൊക്കെ അല്ലാഹു തആല തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആ നിലക്കാണ് ഞങ്ങൾ അനുമോദനം നൽകുന്നത്, അത് സത്യമാണ്, താങ്കൾ നിരാശരാവരുത്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال أبشرتموني على أن مسني الكبر فبم تبشرون قالوا بشرناك بالحق فلا تكن من القانطين قال ومن يقنط من رحمة ربه إلا الضالون قال ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, അബശ്ശർതുമൂനി, നിങ്ങൾ എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണോ? അലാ അമ്മസ്സനിയൽ കിബറു,
എനിക്ക് വാർദ്ധക്യം ബാധിച്ചിട്ടും കിബർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, എനിക്ക് വാർദ്ധക്യം ബാധിച്ചിട്ടും നിങ്ങൾ ഈ സന്തോഷാർത്ഥം അറിയിക്കുകയാണോ? ഫബിമ തുബശ്ശിറൂൻ, എന്ത് ശുഭവൃത്താന്തമാണ് നിങ്ങളെ അറിയിക്കുന്നത്? എന്നാൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വൃത്താന്തം അറിയിക്കുന്നത്, സന്തോഷ വാർത്ത അറിയിക്കുന്നത്? മലായിക്കത്തിന് മറുപടി എന്താ? ഖാലു, അവർ മറുപടി പറഞ്ഞു, ബശ്ശർനാക, നാം അങ്ങേക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് ബിൽ ഹഖി, സത്യസന്ധമായ കാര്യം കൊണ്ട് തന്നെയാണ്. ഈ സന്തോഷ വാർത്ത സത്യസന്ധം തന്നെയാണ്. അതുകൊണ്ട് ഫലാ തകുൻ, അങ്ങ് പെട്ടുപോകരുത്, മിനൽ ഖാനിതീൻ, നിരാശരുടെ കൂട്ടത്തിൽ. അപ്പൊ എന്താ മറുപടി? ഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ആരാ നിരാശപ്പെടുക? വമൻ യഖ്നതു, ആരാണ് നിരാശപ്പെടുന്നത്? മിർ റഹ്മത്തി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ആരാണ് നിരാശരാകുന്നത്? ഇല്ലല്ലാലൂൻ, ദുർമാർഗികളല്ലാതെ. ഞാൻ ആ കൂട്ടത്തിലല്ല, എനിക്ക് നിരാശയൊന്നുമില്ല. അത്ഭുതം കൊണ്ട് ചോദിച്ചു പോയതാണ്. നോക്കാം, 57 മുതൽ 60 വരെ ആയത്തുകളിലേക്ക് കടക്കാം. മനുഷ്യരുടെ രൂപത്തിലാണ് ആ മലക്കുകൾ ഇങ്ങനെ വീട്ടിലേക്ക് വന്നതും കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിച്ചതും. ഏതായാലും ആ ഒരു വിവരം, സന്തോഷ വാർത്ത മനസ്സ് നിറയെ കൺകുളിർക്കെ കേട്ട ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇനി ചോദിക്കുകയാണ്, അല്ല, നിങ്ങളെ വരവിൽ മറ്റു വല്ല ഉദ്ദേശവുമുണ്ടോ? എന്താ നിങ്ങളുടെ വിവരം? അപ്പോഴാണ് മലക്കുകൾ കാര്യങ്ങൾ വിശദമായി പറയുന്നത്. ഞങ്ങൾ വന്നത് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ നശിപ്പിക്കാനാണ്, സദൂം ഗോത്രക്കാരെ നശിപ്പിക്കാനാണ്, സദൂം നിവാസികളെ. അതേസമയം ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബം, ഭാര്യ ഒഴികെയുള്ള കുടുംബത്തെ മുഴുവനും ഞങ്ങൾ രക്ഷിക്കും. ഭാര്യ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെടും, കാരണം അവൾ നിഷേധിയാണ്. ഇതാണ് 57 മുതൽ 60 വരെയുള്ള ആയത്തുകളിൽ ഉള്ളത്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫമാ ഖത്ബുകും അയ്യുഹൽ മുർസലൂൻ ഖാലൂ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ ഇല്ലാ ആല ലൂത്തിൻ ഇന്നാ ലമുനജ്ജൂഹും അജ്മഈൻ ഇല്ലാ ഇംറഅതഹു ഖദ്ദർനാ ഇന്നഹാ ലമിനൽ ഗാബിരീൻ. ഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ഫമാ ഖത്ബുകും, പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷം? അയ്യുഹൽ മുർസലൂൻ, അല്ലയോ ദൂതന്മാരെ. ഖത്ബ് എന്ന് പറഞ്ഞാൽ വർത്തമാനം, വിശേഷം. പിന്നെന്താ നിങ്ങളുടെ വിവരങ്ങൾ? ഖാലു, അവർ പറഞ്ഞു, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ഉർസിൽന, ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ഇലാ ഖൗമിൻ, ഒരു സമൂഹത്തിലേക്ക്, മുജ്രിമീൻ, കുറ്റവാളികളായ, അതായത് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയാണ് ഇവിടെ ഉദ്ദേശം. അവരുടെ തോന്നിവാസങ്ങളെക്കുറിച്ച് സൂറത്ത് ഹൂദിലും മറ്റൊക്കെ വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വർഗരതി അടക്കമുള്ള നിരവധി തെമ്മാടിത്തരങ്ങൾ നിരന്തരം ചെയ്തിരുന്ന സഡോമിസ്റ്റുകളായ, ദുർമാർഗികളായ, തെമ്മാടികളായിരുന്ന ആളുകൾ. എന്നിട്ട് മലായിക്കത്ത് പറയാണ്, ആ ഖൗമിനെ നമ്മൾ നശിപ്പിക്കും, ഇല്ലാ ആല ലൂത്തിൻ, ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തെ ഒഴികെ, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ലമുനജ്ജൂഹും, അവരെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, അജ്മഈൻ, അവരെ എല്ലാവരെയും. ആരൊഴികെ? ഇല്ലാ ഇംറഅതഹു, ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ഒഴികെ. ഖദ്ദർന, നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്നഹ, തീർച്ചയായും അവൾ, ലമിനൽ ഗാബിരീൻ, ശിക്ഷയിൽ കുടുങ്ങുന്നവരിൽ പെടും എന്ന്. ഗാബിർ എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം ശിക്ഷയിൽ കുടുങ്ങുന്നവർ. അവ ശിക്ഷയിൽ കുടുങ്ങുന്നവരിൽ അവൾ പെടുമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൾ ഒഴികെ ബാക്കി എല്ലാവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തും. ഇവിടെ ശ്രദ്ധിക്കുക, ഞങ്ങൾ രക്ഷപ്പെടുത്തും, ഞങ്ങൾ കണക്കാക്കി, ഞങ്ങൾ നിശ്ചയിച്ചു എന്നൊക്കെയാണ് മലക്കുകൾ പറയുന്നത്. ഇത് ആലങ്കാരിക പ്രയോഗമാണ്, ആലങ്കാരികമായി പറഞ്ഞതാണ്. സത്യത്തിൽ രക്ഷിക്കുന്നതാരാണ്? അള്ളാഹുവാണ്. ഖദ്ദർന, കണക്കാക്കുന്നതാരാണ്? അള്ളാഹുവാണ്. എന്നിട്ടും എന്താ മലക്കുകൾ അങ്ങനെ പറയാൻ കാരണം അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ടാണ്. അള്ളാഹു പറഞ്ഞിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു ശൈലി പ്രയോഗത്തിന് അറബിയിൽ മജാസ് എന്നാണ് പറയുക. ഖുർആനിലും ഹദീസിലുമൊക്കെ ഇത്തരം പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. ഇത് പറയാൻ കാരണം, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലെയുള്ള മഹത്തുക്കളായ ആളുകൾ മരിച്ചവരെ ജീവിപ്പിച്ചു, മാറാരോഗം സുഖപ്പെടുത്തി എന്നും മറ്റൊക്കെ പറയുമ്പോൾ അത് ഇതേ നിലക്കാണ്, ഈ മജാസ് എന്ന നിലക്കാണ് അത് പറയുന്നത്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകളായ നമ്മളെ ഉൽപ്പതിഷ്ണുക്കൾ പലരും ആക്ഷേപിക്കാറുണ്ട്. ഇങ്ങനൊക്കെ പറയുമ്പോൾ അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? അത് ഈ ഒരു മജാസ് എന്ന രീതിക്ക് പറഞ്ഞതാണ്, ആലങ്കാരികമായി പറഞ്ഞതാണ്. അല്ലാതെ ഈ മഹാത്മാക്കളായ ആളുകൾ അവരെ നമ്മൾ അള്ളാഹു ആക്കുന്നു എന്നോ അവർ അള്ളാഹു ആക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ജൽപ്പനം അത് അറിവില്ലായ്മ കൊണ്ടാണ്. ചില ആളുകളുണ്ടല്ലോ, കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴൊക്കെ കയറെടുക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാര്യങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരി, 61 മുതൽ 64 വരെയുള്ള ആയത്തിലേക്ക് കടക്കാം.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വന്ന് കുട്ടിയുണ്ടാകും എന്ന സന്തോഷ വാർത്ത അറിയിച്ച ശേഷം മലക്കുകൾ നേരെ പോയത് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലേക്കാണ്. ലൂത്ത് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമായൊരു വരവാണത്. മനുഷ്യന്മാരുടെ രൂപത്തിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ആളുകളെ മനസ്സിലായില്ല. അപ്പോഴാണ് മഹാരാജകൾ പറഞ്ഞത്, നിങ്ങൾ അറിയില്ലല്ലോ, നിങ്ങൾ അപരിചിതരാണല്ലോ, ആരാ നിങ്ങൾ? മലായിക്കത്ത് പറഞ്ഞു, ഞങ്ങൾ വിരുന്നുകാരൊന്നുമല്ല, അങ്ങ് ഞങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്. നിഷേധത്തിൽ മൂടർച്ചുപോയ ദൈവിക ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അത് തള്ളിക്കളഞ്ഞ് പരിഹസിക്കുന്ന, ശിക്ഷ വരുമോ എന്ന കാര്യത്തിൽ സംശയിക്കുന്ന അങ്ങയുടെ ജനതയില്ലേ, അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അള്ളാഹുവിന് ശിക്ഷ വരുമോ എന്ന കാര്യത്തിൽ അവർക്ക് വലിയ സംശയമായിരുന്നു. ആ സംശയിച്ചിരുന്ന ശിക്ഷയും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൽ ഇനി സന്ദേഹം വേണ്ട, ഇത് സത്യസന്ധമായ വിവരമാണ്. ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജാഅ ആല ലൂത്തുനിൽ മുർസലൂൻ ഖാല ഇന്നകും ഖൗമുൻ മുൻകറൂൻ ഖാലൂ ബൽ ജിനാക ബിമാ കാനൂ ഫീഹി യംതറൂൻ വഅതൈനാക ബിൽ ഹഖ് വഇന്നാ ലസാദിഖൂൻ. ഫലമ്മാ ജാഅ, അങ്ങനെ വന്നപ്പോൾ, ആല ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ. ആര് ചെന്നപ്പോൾ? ആര് വന്നപ്പോൾ? അൽ മുർസലൂൻ, ദൂതന്മാരായി മലായിക്കത്ത് വന്നപ്പോൾ. ഖാല, ലൂത്ത് നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇന്നക്കും, പറഞ്ഞു, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ഖൗമുൻ മുൻകറൂൻ, അപരിചിതരാണല്ലോ. മുൻകർ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളെന്ന്. ഖൗമുൻ മുൻകറൂൻ, നിങ്ങൾ അപരിചിതരാണല്ലോ. ഖാലു, മലായിക്കത്ത് മറുപടി പറഞ്ഞു, ബൽ, അല്ല, ജിനാക, ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നത്, ബിമാ കാനൂ ഫീഹി യംതറൂൻ, അവർ ഏത് കാര്യത്തിലാണോ സംശയിച്ചിരുന്നത് ആ കാര്യവുമായിട്ടാണ്. അതായത് ആളുകൾ സംശയിച്ചിരുന്ന ഉന്മൂലന ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷയുമായിട്ടാണ് ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ജിനാക, ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നു, ബിമാ കാനൂ ഫീഹി, ഏതൊരു കാര്യത്തിലാണ് ആളുകൾ യംതറൂൻ സംശയിച്ചിരുന്നത് ആ കാര്യവുമായാണ് ഞങ്ങൾ വന്നത്, അത് ശിക്ഷയുമായാണ് ഞങ്ങൾ വന്നത്. വഅതൈനാക ബിൽ ഹഖ് വഇന്നാ ലസാദിഖൂൻ. വഅതൈനാക, ഞങ്ങൾ അങ്ങയുടെ അടുത്ത് എത്തിയിട്ടുള്ളത് ബിൽ ഹഖ്, യാഥാർത്ഥ്യം കൊണ്ട് തന്നെയാണ്, സത്യം കൊണ്ടാണ്, ഹഖ് കൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്. അതായത് ഇപ്പൊ ശിക്ഷ സംഭവിക്കുമെന്നത് സത്യമാണ്. വഇന്നാ ലസാദിഖൂൻ, ഞങ്ങൾ പറയുന്നത് സത്യം തന്നെയാണ്. 65 മുതൽ 66 വരെയുള്ള ആയത്തുകൾ നോക്കാം. ഏതായാലും ഈ ശിക്ഷ പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ പോകുന്നു എന്നാണ് മലക്കുകൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിന് അവർ നിർദ്ദേശം കൊടുക്കുകയാണ്, നിങ്ങളും കുടുംബവും എന്തു ചെയ്യണം? രാത്രിക്കു രാത്രി ഇവിടെ നിന്ന് പുറപ്പെടണം. ഇന്ന് രാത്രി ഇവർക്ക് ശിക്ഷ വരും. ഇന്ന് രാത്രി നിങ്ങൾ കുടുംബത്തെ കൂടി ഇവിടെ നിന്ന് വിടണം. നേരം പുലരുമ്പോഴേക്ക് ഈ സദൂം പ്രദേശം ശവപ്പറമ്പായി മാറും. 65-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأسر بأهلك بقطع من الليل واتبع أدبارهم ولا يلتفت منكم أحد وامضوا حيث تؤمرون. فأسر بأهلك, അതുകൊണ്ട് ഫഅസ്രി, ലൂത്ത് നബിയെ അങ്ങ് സഞ്ചരിക്കണം, അങ്ങ് പോകണം, ബിഅഹ്ലിക, അങ്ങയുടെ കുടുംബത്തെയും കൂട്ടി, ബിഖത്ഇൻ മിനൽ ലൈൽ, രാത്രിയുടെ ഒരു ഘട്ടത്തിൽ, അങ്ങനെ രാത്രി ഒരു സമയത്ത് ഇവിടുന്ന് രക്ഷപ്പെടണം. വത്തബിഅ, അങ്ങ്, വത്തബി അദ്ബാറഹും, താങ്കൾ അവരുടെ പിന്നിൽ നടക്കണം. വത്തബി, താങ്കൾ പിൻപറ്റണം, അദ്ബാറഹും, അവരുടെ ദുബറുകളെ എന്ന് പറഞ്ഞാൽ താങ്കൾ അവരുടെ പിന്നിൽ നടക്കണം. അവർ മുന്നിൽ നടക്കട്ടെ, താങ്കൾ എന്ത് ചെയ്യണം? അവരുടെ പിന്നിൽ നടക്കണം. വലാ യൽതഫിത്, തിരിഞ്ഞു നോക്കരുത്, മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന്, അഹദുൻ, ഒരാളും തിരിഞ്ഞു നോക്കരുത്. പിന്നെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട ഭാഗത്തേക്ക് പോയിക്കൊള്ളണം. വംലു, നിങ്ങൾ പോയിക്കൊള്ളണം. ഹൈസു തുഅ്മറൂൻ, കൽപ്പിക്കപ്പെടുന്ന ഭാഗത്തേക്ക്, നിർദ്ദിഷ്ട ദിക്കിലേക്ക് നിങ്ങൾ നടന്നു പോകണം. അങ്ങനെ തിരിഞ്ഞു നോക്കരുതെന്ന് പറയാനുള്ള കാരണം, ഈ നിഷേധികളായ ആളുകളെ പിടികൂടുന്ന ഘോര ശിക്ഷ അത് കണ്ടുപോകുന്നത് പോലും സംഹാരകരമാണ്, അത്രയും തീവ്രമായിരിക്കും. അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞത്. മാത്രമല്ല, തൻ്റെ സമൂഹം അങ്ങനെയൊക്കെ നശിപ്പിക്കപ്പെടുമ്പോൾ എങ്ങാനും ലൂത്ത് നബിക്ക് ദയ തോന്നുമോ? അങ്ങനെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തിരിഞ്ഞു നോക്കരുത്. ഏതായാലും മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ആ ഒരു വീട് മാത്രമേ അവിടെ മുസ്ലിം വീടായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് സൂറത്ത് ദാരിയാത്ത് 36 ആ വിഷയം പറയുന്നുണ്ട്. മഹാനവരുടെ ഭാര്യ നിഷേധിനിയായതുകൊണ്ട് അവൾക്കും ശിക്ഷ ബാധിക്കുമെന്ന് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ മലക്കുകൾ പറയുന്ന വിവരം
11:81 29-ാം അധ്യായം 33 ഒക്കെ പറയുന്നുണ്ട്. 66-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضينا إليه ذلك الأمر أن دابر هؤلاء مقطوع مصبحين. ലൂത്ത് നബി അലൈഹി സ്വലാമിന് നാം ഖണ്ഡിതമായ അറിയിപ്പ് നൽകി. ലൂത്ത് നബി അലൈഹി സ്വലാമിനെ നാം ഉറപ്പായ ഒരു വിവരം അറിയിച്ചു. എന്താണ് അറിയിച്ചത്? അന്ന ദാബിറ ഹൗലാഇ, തീർച്ചയായും ഈ കൂട്ടർ മഖ്തൂഉൻ, ഉന്മൂലന വിധേയരാകുന്നതാണ്. മുസ്ബിഹീൻ, നേരം പുലരുന്നതോടുകൂടി, പ്രഭാതോദയത്തോടെ ആ ജനം ഉന്മൂലന വിധേയരാകുന്നതാണ് എന്ന കാര്യം ലൂത്ത് നബി അലൈഹി സ്വലാമിന് നാം ഖണ്ഡിതമായ അറിയിപ്പ് നൽകി. അക്കാര്യം നമ്മൾ അദ്ദേഹത്തെ അറിയിച്ചു. നേരം വെളുക്കുന്നതോടുകൂടി തന്റെ സമൂഹം ഇവിടെ നീക്കപ്പെടുമെന്ന കാര്യം മലക്കുകൾ നബി അറിയിച്ചു. 67 മുതൽ 69 വരെയുള്ള ആയത്തുകളിലേക്ക് നോക്കാം. വികാരപൂർത്തീകരണത്തിന് പ്രകൃതി വിരുദ്ധമായ രീതി അവലംബിച്ചിരുന്ന ആളുകളാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹം. അതായത് സ്വർഗരതി നടത്തിയിരുന്ന സെഡോമിസ്റ്റുകൾ. സുമുഖരായ സുന്ദരന്മാരായ ചെറുപ്പക്കാരെ കണ്ടാൽ അവർ വെറുതെ വിടില്ല. ആ നാട്ടിൽ അത്തരം ചെറുപ്പക്കാർ ആര് വന്നാലും അവരറിയുമായിരുന്നു. അതിൻ്റെ സംവിധാനങ്ങൾ അവർ ചെയ്തു വെച്ചിരുന്നു. ചാരന്മാരെ ഏർപ്പെടുത്തിയിരുന്നു. സുന്ദരന്മാരെ ആളുകൾ വന്നാൽ പരസ്പരം അറിയിക്കാൻ. അങ്ങനെ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ വീട്ടിൽ ചെറുപ്പക്കാരായ ആളുകളുടെ വേഷത്തിൽ മലായിക്കത്ത് വന്നതും അവർ മണത്തറിഞ്ഞു. ആ വിവരം കൊടുത്തത് ആരാന്നറിയോ? ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയായിരുന്നു എന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചില ആൾക്കാർ വന്നിട്ടുണ്ട്. മനുഷ്യരൂപത്തിൽ വന്നു കയറിയപ്പോ ഈ ഭാര്യ പറഞ്ഞത്രേ, ആളുകളോട് പറയാൻ വേണ്ടി ആളെ വിട്ടത്രേ, ഞങ്ങളെ വീട്ടിൽ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. എന്ത് ചുറുക്കുള്ള മുഖമാണെന്നോ, എന്തൊരു സൗന്ദര്യമുള്ള ആളുകളാണെന്നോ, നല്ല വൃത്തിയുള്ള വസ്ത്രം, നല്ല മണം, ഇതേപോലെയുള്ള ആളുകളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരെ ഇതൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ പറച്ചിൽ കാട്ടുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭ്രാന്ത് പിടിച്ചു എന്നാണ്. കാമഭ്രാന്ത് മൂത്തവർക്ക് കാമം മൂത്തു, അവരെ മത്തുപിടിപ്പിച്ചു. കേൾക്കേണ്ട താമസം അവർ ലൂത്ത് നബി അലൈഹി സ്വലാം വീട്ടിലേക്ക് കുതിച്ചു വന്നു. കുതിച്ചു വരുന്ന ആളുകളെ കണ്ടപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അന്തം വിട്ടുപോയി. മൃഗീയമായ കാമവൃത്തിക്ക് ഈ വന്ന ആളുകളെ വിട്ടുതരാൻ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ ആ ആളുകൾ നിർബന്ധിക്കുകയാണ്. മഹാനവറുകൾ വാതിൽക്കൽ തന്നെ നിലയുറപ്പിച്ച് വീട്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നവരെ ഉള്ളിലേക്ക് കടത്താതെ വാതിൽക്കൽ നിന്നു. കുറെ ഉപദേശിച്ചു നോക്കി. ഇവരെൻ്റെ അതിഥികളാണ്, ഇവരെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കരുത്. കാരണം ഇവർ മലക്കുകളാണ് എന്ന കാര്യം ആദ്യം ലൂത്ത് നബി സ്വലാമിക്ക് അറിയില്ല. അപ്പോഴാണ് ഇവരും പറയുന്നത്. പിന്നീടാണ് മലക്കുകളാണെന്ന് അറിഞ്ഞത്. ഏതായാലും ആ തമ്മാടികൾ കൂട്ടം കൂട്ടമായി ഓടി വരികയാണ്. മഹാനവറുകൾ അവരോട് കുറേ പറഞ്ഞു നോക്കി, തർക്കിച്ചു നോക്കി, ഉപദേശിച്ചു നോക്കി. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ, തൻ്റെ ഇടം വിവേകമുള്ള ഒരാളുകളെ കൊണ്ടുത്തരില്ലേ, ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ. പക്ഷെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? കാമം തലയിൽ കയറി അവർക്ക് ഒന്നും ഉള്ളിലോട്ട് അങ്ങോട്ട് കയറുന്നില്ല. ഈ രംഗവും അവരും ലൂത്ത് നബി അലൈഹി സ്വലാമും തമ്മിലുള്ള സംഭാഷണമൊക്കെ സൂറത്തു ഹൂദിൽ 77 മുതൽ 81 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആയത്ത് നോക്കാം. 67 മുതൽ 69 വരെയുള്ള ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജാഅ അഹ്ലുൽ മദീനത്തി യസ്തബ്ശിറൂൻ ഖാല ഇന്ന ഹൗലാഇ ളൈഫി ഫലാ തഫ്ളഹൂൻ വത്തഖുല്ലാഹ വലാ തുഖ്സൂൻ. വജാഅ അഹ്ലുൽ മദീന, അതിഥികൾ വന്ന വിവരം പറഞ്ഞ് നാട്ടുകാർ വന്നു. വജാഅ വന്നു, അഹ്ലുൽ മദീനത്തെ ആ നാട്ടുകാർ, യസ്തബ്ശിറൂൻ ആഹ്ലാദഭരിതരായി വന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചടിട്ട് വരുന്നത് ചുറുക്കുള്ള ആൾക്കാരല്ല വന്നത്. എന്നിട്ട് അങ്ങനെ വന്ന് തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് പറയാണ്. ഖാല, ലൂത്ത് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്ന തീർച്ചയായും ഹൗലായി ഈ കൂട്ടർ ലൈഫി എൻ്റെ അതിഥികളാണ്, അതുകൊണ്ട് ഫലാ തഫ്ളഹൂൻ നിങ്ങൾ എന്നെ അപമാനിക്കരുത്. വത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഖ്സൂൻ നിങ്ങൾ എന്നെ മാനം കെടുത്തരുത്. 70-ാമത്തെ ആയത്ത് നോക്കുക. തെമ്മാടികളായ ഈ ഖൗം വളരെ ക്രൂരമായാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിനെ പ്രതികരിച്ചത്. അവരെ ഉപദേശമൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവരെന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ ആരെങ്കിലും പിടിച്ച് കാമപൂർത്തീകരണത്തിന് ഉദ്ദേശിക്കുമ്പോൾ നീ അതിൽ ഇടപെടരുത് എന്ന് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടില്ല നിന്നോട്, പിന്നെന്തിനാണ് നീ ഇപ്പം ഇടപെടാൻ നിൽക്കുന്നത്? വിട്ടുകൊണ്ട ആളുകളെ. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ചെയ്തത്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ അവലം നൻഹക അനിൽ ആലമീൻ. ഖാലൂ അവർ ആക്രോശിച്ചു, അവർ പറഞ്ഞു, അവലം നൻഹക ഞങ്ങൾ നിന്നെ വിലക്കിയിട്ടില്ലേ, അനിൽ ആലമീൻ ലോകരുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്.
ലോകരെക്കുറിച്ച് ഞങ്ങൾ നിന്നെ വിലക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോകരുടെ കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന് ഞങ്ങൾ നിന്നെ വിലക്കിയിട്ടില്ലേ. ഈ പുറമേ നിന്ന് വരുന്ന ആളുകളെ ഇതേപോലെ അവരുടെ കാമവൃത്തിക്ക് ഉപയോഗപ്പെടുത്തുക എന്നത് അവരുടെ പതിവായിരുന്നു എന്നാണ്. അതുകൊണ്ട് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം എന്ത് ചെയ്യും? ഇങ്ങനെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ ഈ കാമഭ്രാന്തന്മാരുടെ കയ്യേറ്റത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അഭയം നൽകുമായിരുന്നു. ഇങ്ങനെ അഭയം കൊടുക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും നാട്ടുകാർക്ക് ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് അമർഷമുണ്ട്, ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അഭയം നൽകരുത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാമിനോട്. അതാണ് ലോകരെക്കുറിച്ച് ഞങ്ങൾ നിന്നോട് വിരോധിച്ചിട്ടുമില്ലേ എന്നവർ ചോദിക്കുന്നത്. ഈ ആയത്തിന് നമ്മൾ ഈ പറഞ്ഞതല്ലാത്ത വേറെയും ചില വ്യാഖ്യാനങ്ങൾ ഉണ്ട്. പുറത്തുള്ള ആളുകളുമായി നീ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നിന്നെ കാണാൻ ഇവിടെ വരും. അങ്ങനെ വരുന്നവർ കാണാൻ കൊള്ളുന്നവരാണെങ്കിൽ ഞങ്ങൾ അവരെ വെറുതെ വിടില്ല. ഇതിൽ സംശയമൊന്നും വേണ്ട, ഇത് ഞങ്ങൾ മുമ്പേ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇങ്ങനെയാണ് ഒരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം, നിന്റെ സംസ്കാരവും മര്യാദയും ഒന്നും ഞങ്ങളോട് പ്രസംഗിക്കണ്ട, തോന്നിയതുപോലെ ഞങ്ങൾ ജീവിക്കും. ആളുകളെ നന്നാക്കാൻ മനക്കടയുണ്ടെന്ന് ഞങ്ങൾ നിന്നോട് എന്നോ പറഞ്ഞിരുന്നതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ കാര്യത്തിൽ ഇടപെടണ്ട. ഇങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനം. ഏതായാലും ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല എന്നാണ് ഒരു ആപ്തവാക്യം ഉണ്ടല്ലോ, അങ്ങനെ അല്ലേ? അത് ആ അവസ്ഥയാണ് ഇവരുടേത്. ഇവരുടെ മറുപടിയിൽ മുഴച്ചു നിൽക്കുന്നതും ആ ഒരു ആപ്തവാക്യത്തിൽ പറഞ്ഞ വിഷയമാണ്. ഇവരോട് എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? അവരൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അടുത്ത പേജിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹ അമലായി സ്വീകരിക്കണം. തമ്പുരാനെ ആഖിറത്തിലേക്ക് വരവ് വെക്കുന്ന അധ്വാനമായി ഇതൊക്കെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണം അല്ലാഹ്. ഞങ്ങളെല്ലാവരും ആഖിറത്ത് നന്നാക്കണം തമ്പുരാനെ. തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. രോഗികൾക്ക് രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما تفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. الحمد لله رب العالمين. والله دعاء سيدنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.